യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ചോദിക്കുമ്പോൾ, ആരോപണ വിധേയനായ മുകേഷ് രാജിവെക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുമ്പോൾ BJP കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടാകാം ഇത്രമേൽ അസ്വസ്ഥത? എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല ശ്രീ ഹാഷ്മി. ഒരു CPM MLA-ക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ BJP-യുടെ കേന്ദ്രമന്ത്രിക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതയും അസഹിഷ്ണുതയും എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ BJP ഈ വിഷയത്തിനകത്ത് ഉന്നയിക്കുന്ന സമരങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും ഒക്കെ ആത്മാർത്ഥത എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ വിഷയത്തിനകത്ത് CPM-ഉം BJP-യും തമ്മിൽ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുണ്ട് എന്ന് ഇതിനപ്പുറം ഇപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഉയർന്ന അധികാരത്തിലിരിക്കുന്ന മലയാളിയാണ് ശ്രീ സുരേഷ് ഗോപി. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടിലൂടെ ഈ വിഷയത്തിനകത്ത് എന്താണ് BJP-യുടെ നയമെന്നും നിലപാട് എന്നും വളരെ കൃത്യമായി ലോകത്തിന് മുന്നിൽ ബോധ്യമാവുകയാണ്. ഈ വിഷയത്തിനകത്ത് അതിജീവിതന്മാർക്കെതിരെ വേട്ടയാടൽ പ്രക്രിയയിൽ BJP-യും CPM-ഉം ഒന്നിച്ചാണ് എന്നുള്ള സന്ദേശമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് അത്ര സുഖിച്ച മട്ടില്ല. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിനുശേഷമുള്ള വെളിപ്പെടുത്തൽ, ഓരോരുത്തരും ഓരോ ജീവിതം പറയുകയാണ്. ആ വെളിപ്പെടുത്തലുകളിൽ നിങ്ങൾ മാധ്യമങ്ങൾക്ക് തീറ്റയാണ്, നിങ്ങളിത് പണം ഉണ്ടാക്കുകയാണ് എന്ന മട്ടിൽ അതിരുകടന്ന ഒരു അസഹിഷ്ണുതയോ അതിരുകടന്ന ഒരു വെറുപ്പോ ഒക്കെ ഈ സുരേഷ് ഗോപിക്ക് തോന്നേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ മുകേഷ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനാണെന്ന് പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് എന്തിനാണ് സുരേഷ് ഗോപിക്ക് ഇത്രമേൽ അസ്വസ്ഥത? രാഹുൽ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിജീവിതമാരെ വേട്ടയാടുന്ന കാര്യത്തിനകത്ത് BJP-യും CPM-ഉം ഒന്നാണ് എന്ന് നമുക്ക് മുന്നിൽ അനാവൃതമാകുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിനകത്ത് BJP നടത്തുന്ന സമരങ്ങളൊക്കെയും വെറും അഭിനയങ്ങളാണെന്നും പ്രഹസനങ്ങളാണ് എന്ന് നമുക്ക് നന്നായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഇവരെല്ലാവരും കൂടെ ചേരുന്ന ഒരു അവിശുദ്ധ നെക്സസ്, അതിനെതിരായിട്ടാണ് നമ്മുടെ പോരാട്ടം. ഒറ്റ ചോദ്യം കൂടി രാഹുൽ. ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുകയായിരുന്നു, ഇവിടെ മുകേഷിന്റെ രാജി സർക്കാർ ചോദിച്ചു വാങ്ങണം. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ പറയുകയായിരുന്നു, കേരളത്തിൽ സിനിമാ കോൺക്ലേവ് നടത്താൻ സമ്മതിക്കില്ല. കോൺക്ലേവിലേക്ക് ആദ്യം വരുന്ന ആൾ ഒരുപക്ഷെ സുരേഷ് ഗോപി ആയിരിക്കും. ആരെ കരിങ്കൂടി കാണിക്കും യുവമോർച്ച? ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പല്ലേ ശ്രീ ഹാഷ്മി. ഇപ്പോ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എവിടെ കിടക്കുന്നു, BJP സംസ്ഥാന പ്രസിഡന്റ് എവിടെ കിടക്കുന്നു? അതിനേക്കാളൊക്കെ വലിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പെറ്റ് ഫേവറേറ്റ് ആയതുകൊണ്ടല്ലേ ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും BJP-യുടെ നിലപാട് എന്താണ് എന്ന് സുരേഷ് ഗോപിയിലൂടെ നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. അതിപ്പോ ഇവർക്കൊക്കെ ഇടയിലുള്ള ഈ ഇരട്ടത്താപ്പ് ഒളിച്ചുകളിയും ഒന്നും ഇനിയും ഓടില്ല, വിലപ്പോകില്ല. അത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. BJP-യുടെ ഈ വിഷയത്തിനകത്ത് ആത്മാർത്ഥ ഇല്ലായ്മ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നന്ദി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനിയും 19 പേജുകൾ വരാനുണ്ട്. അതിൽ അബദ്ധത്തിൽ പുറത്തു വന്നതിൽ വെരി വെൽ നോൺ ആക്ടേഴ്സ് എന്ന ഒരു വാക്ക്, അത് സർക്കാർ പുറത്തുവിടണം എന്ന് കരുതിയതല്ല, അബദ്ധത്തിൽ പുറത്തു വന്നൊരു ഖണ്ഡികയിൽ വന്നതാണ്. എല്ലാവർക്കും നന്നായി അറിയാവുന്ന അഭിനേതാക്കളുണ്ട്. അപ്പോൾ ഈ പറയുന്ന മറച്ചു വച്ചിരിക്കുന്ന പേജിലെ വെരി വെൽ നോൺ ആക്ടേഴ്സ് ആരാണ് എന്ന് ഇപ്പോഴും കേരളത്തിന് അറിയില്ല. ആ പശ്ചാത്തലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൻ്റെ തുടർ നടപടികളിൽ ഇത്രത്തോളം അസഹിഷ്ണുത കാണിക്കേണ്ടതില്ല എന്ന ഒരു രാഷ്ട്രീയോപദേശമെങ്കിലും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയോപദേശമെങ്കിലും സുരേഷ് ഗോപിക്ക് കിട്ടാത്തത് എന്താണ്? ഇദ്ദേഹം ഈ പ്രകടനത്തിൽ അപഹാസ്യനാവുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? വിജയകുമാർ. ഹാഷ്മി, ഇതിൽ ചലച്ചിത്ര പ്രവർത്തകർ ഇതിൽ ഒരു വിഭാഗം എന്നത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് സിദ്ദിഖിനെതിരെ ആരോപണം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം. അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണനയ്ക്ക് വന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായി. ഇവിടെ നമ്മൾ കുറച്ചു കാലം പുറകോട്ട് പോയാൽ, ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഓൺലൈൻ മാധ്യമമാണെന്ന് തോന്നുന്നു മുകേഷിനോട് സുരേഷ് ഗോപിയെ പറ്റി പ്രതികരണം ആരായുന്നുണ്ട്. ആ ഘട്ടത്തിൽ മുകേഷിന് സുരേഷ് ഗോപിയെ പറ്റി പറയാൻ വാക്കുകൾ ഇങ്ങനെ പരതുകയാണ്. എത്ര നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ടും തീരാതെ പുതിയ വാക്കുകൾക്ക് വേണ്ടി മുകേഷ് ഇങ്ങനെ പരതുന്നത് നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. സുരേഷ് ഗോപി നിഷ്കളങ്കനാണ്, അതുകൊണ്ട് അദ്ദേഹം സത്യസന്ധമായ അഭിപ്രായം പറയും, എന്ത് വന്നാലും തുറന്നടിച്ച് മറുപടി പറയും, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് അദ്ദേഹം ചില അപകടങ്ങളിൽ ചാടാറുണ്ട് എന്നൊക്കെ ഈ മുകേഷ് തൻ്റെ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് അവിടെ കടുത്ത ത്രികോണ മത്സരം നടക്കും എന്നുറപ്പിച്ച ഘട്ടത്തിൽ, ആ ഒരു ഘട്ടത്തിൽ CPI-യുടെയും LDF-ൻ്റെയും UDF-ൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ അവിടെ കടുത്ത പോരാട്ടം നടത്തുന്നു എന്ന് വരുന്ന ആ ഘട്ടത്തിലാണ് മുകേഷ്